ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ച നടപടിയെ വിമർശിച്ചതിന് ഖത്തറിനോട് ഈജിപ്തിന് അതൃപ്തി. ഈജിപ്തിലെ ഖത്തർ അംബാസിഡറെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ചു. കുവൈറ്റിൽ നടന്ന വിസ കച്ചവടത്തിൽ കൂടുതൽ പേർ സംശയത്തിന്റെ നിഴലിൽ. കച്ചവടം നടന്നത് കുടിയേറ്റ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ. 12,000-ഓളം വിസ ഇടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. മസ്കറ്റ് ഓഹരി വിപണിയിൽ വളർച്ച. കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് 1.6% വളർച്ച. വളർച്ചയ്ക്ക് കാരണം പ്രവാസി നിക്ഷേപകർ ഓഹരി വിപണിയിൽ കൂടുതൽ സജീവമായത്. ബഹിരാകാശ വിക്ഷേപണത്തിൽ ISROക്ക് ചരിത്ര നേട്ടം. GSLV D5 ദൗത്യം വിജയം. വിക്ഷേപണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച്. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 6ാമത് രാജ്യമായി ഇന്ത്യ. ബഹിരാകാശ ഗവേഷണത്തിൽ സുപ്രധാന ദിനമെന്ന് കെ രാധാകൃഷ്ണൻ. ഗായകൻ KP ഉദയഭാനു അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വസതിയിൽ. സംസ്കാരം പിന്നീട്. വിശദമായ വാർത്തകളിലേക്ക്. ഈജിപ്തിലെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുവെന്നാരോപിച്ച് ഈജിപ്തിലെ ഖത്തർ അംബാസിഡറെ ഈജിപ്ത് ആഭ്യന്തര മന്ത്രാലയം അതൃപ്തി അറിയിച്ചു. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ച ഈജിപ്ത് ഇടക്കാല സർക്കാരിന്റെ നടപടിയെ ഖത്തർ വിമർശിച്ചതാണ് നടപടിക്ക് കാരണം. ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പട്ടാളാട്ടുമുറിയിലൂടെ പുറത്താക്കിയതോടെ ഖത്തറും ഈജിപ്തും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായിരുന്നു. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ച നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് ഖത്തർ അപലപിച്ചത്. സമാധാനപൂർണ്ണമായി നടക്കുന്ന പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തുന്ന നടപടി ശരിയല്ലെന്നും സംഘടനയ്ക്കെതിരെ തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് മാനുഷികമല്ലെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ളവർ ഇടപെടുന്നത് അനുവദിക്കില്ലെന്ന് ഈജിപ്തിന്റെ ആഭ്യന്തര മന്ത്രാലയം വക്താവ് ബദർ അബ്ദലാത്തി വ്യക്തമാക്കി. ഈജിപ്തിലെ ഖത്തർ അംബാസഡർ സെയ്ഫ് മുഖദ്ദം അൽ ബുവാനിനെ വിളിച്ചു വരുത്തിയാണ് അബ്ദലാത്തി ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നവർ അതിന്റെ ഭവിഷ്യത്ത് കൂടി അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. കുവൈറ്റിൽ കുടിയേറ്റ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്ന വിസ കച്ചവടത്തിൽ കൂടുതൽ പേർ സംശയത്തിന്റെ നിഴലിൽ. 12,000-ഓളം വിസ ഇടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു. ജനറൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് 80,000-ഓളം അനധികൃത വിസകൾ ഇഷ്യൂ ചെയ്യപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലായ 12,000 വിസകളുടെ പിന്നിലും ഇയാൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ. നേരത്തെ വിസ കച്ചവടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട എമിഗ്രേഷൻ ആൻഡ് പാസ്പോർട്ട് ജനറൽ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഗാസി അൽ ഉമയ്യയുടെ നേതൃത്വത്തിലുള്ള സമിതി ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് നിർബന്ധിത റിട്ടയർമെന്റിന് സമിതി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതേസമയം സംശയത്തിന്റെ നിഴലിലായ 12,000 വിസകളിൽ രാജ്യത്തെത്തിയ വിദേശികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നെങ്കിലും പാർലമെന്റ് അംഗങ്ങളുടെയും മറ്റും എതിർപ്പിനെ തുടർന്ന് മന്ത്രാലയം നിലപാടിൽ അയവ് വരുത്തിയിരിക്കുകയാണ്. വിസ ഇടപാടുകൾ നടന്നത് നിയമപരമായി തന്നെയാണെന്നും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ പരിശോധന അട്ടിമറിക്കുകയാണുണ്ടായതെന്നുമാണ് മന്ത്രാലയം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഇടപാട് ഏതൊക്കെ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്നിട്ടപ്പോൾ 9 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇവരിൽ 5 പേരും മലയാളികളാണ്. ഈ മാസം 18-ന് ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 11 സ്ഥാനാർത്ഥികൾ 2 പേർ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ 9 പേരാണ് രംഗത്ത് അവശേഷിക്കുന്നത്. ഇവരിൽ 5 പേർ മലയാളികളാണ്. മസ്കത്ത് ഹയർ കോളേജ് ഓഫ് ടെക്നോളജി അധ്യാപകനും ഇബ്ര ഇന്ത്യൻ സ്കൂൾ മുൻ പ്രസിഡന്റുമായ മുഹമ്മദ് ബഷീർ, സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന NS രാജീവ്, ഒമാനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ, ഒമാൻ അറബ് ബാങ്കിലെ പ്രൊഡക്റ്റ് മാനേജർ സൂരജ് കുമാർ മണികണ്ഠൻ നായർ, കേരള വിംഗ് കോ കൺവീനറും സാമൂഹിക പ്രവർത്തകനുമായ വിൽസൺ വി ജോർജ് എന്നിവരാണ് മലയാളി സ്ഥാനാർത്ഥികൾ. ജസർ മുഹമ്മദ് തൊയ്ബ്, അറുമുഖം പളനി ഗണശേഖരൻ, നിലവിലെ ബോർഡംഗം അരുൾ മൈക്കിൾ, ശത്രു സുധൻ ശ്രീവാസ്തവ എന്നിവരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ. ഓരോ ഭാഷാ വിഭാഗവും ലക്ഷ്യമിട്ടാണ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത്. 5 പേരെയാണ് ബോർഡിലേക്ക് തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ ഒരു വോട്ടർക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ കഴിയൂ. മലയാളി സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം മലയാളി വോട്ടുകൾ ഭിന്നിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. യാതൊരു പരസ്യ പ്രചാരണത്തിനും അനുമതിയില്ലാത്തതിനാൽ രക്ഷിതാക്കളെ നേരിട്ട് കണ്ടും സംസാരിച്ചുമാണ് വോട്ടുപിടുത്തം. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.
അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി സൗദി അറേബ്യയിലെത്തി. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവുമായി കെറി കൂടിക്കാഴ്ച നടത്തി. 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് അദ്ദേഹം റിയാദിലെത്തുന്നത്. മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളും പലസ്തീൻ ഇസ്രായേൽ സമാധാനവുമാണ് പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സൗദി വിദേശകാര്യമന്ത്രി അമീർ സൗദ് അൽ ഫൈസൽ, അമേരിക്കയിലെ സൗദി അംബാസിഡർ ആദിൽ അൽ ജുബൈൽ, സൗദിയിലെ അമേരിക്കൻ അംബാസിഡർ ഇൻചാർജ് തിമോത്തി ലിൻഡർ കിങ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജനുവരിക്ക് ശേഷം വലിയ ട്രക്കുകളും ലോറികളും ദോഹ നഗരപരിധിയിൽ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ഖത്തർ ട്രാഫിക് വകുപ്പിന്റെ അറിയിപ്പ്. ട്രക്കുകളുടെ വ്യാപനം റോഡുകളിലുണ്ടാക്കുന്ന തിരക്ക് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിലാണ് പുതിയ തീരുമാനം. ദോഹ, ഗറാഫ, ലുസൈൽ, അൽ റയ്യാൻ, മിസൈമിർ, മത്താർ ഖദീം എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് നിരോധനം. ഖത്തറിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി രാജ്യത്തെത്തിയവർ 33,000 പേരാണെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. ഖത്തറിലെത്തിയ മുഴുവൻ പേരെയും അറബ് ഉപചാരപ്രകാരമാണ് സ്വീകരിച്ചതെന്നും സമ്മാനങ്ങൾ നൽകിയാണ് വരവേറ്റതെന്നും ടൂറിസം വകുപ്പ് അറിയിച്ചു. മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ വ്യാപക പ്രചാരണം ജനങ്ങളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുവെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി അറിയിച്ചു. കുവൈറ്റിൽ അനധികൃതമായി വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത സർക്കാർ ജീവനക്കാരൻ കസ്റ്റഡിയിൽ. സർവീസ് സെന്ററിൽ നിന്നും ലഭിച്ച സിവിൽ ഐഡികൾ ഉപയോഗിച്ച് വ്യാജ കമ്പനിയുടെ പേരിലായിരുന്നു ഇയാൾ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടത്തിയത്. സഅദ് അൽ അബ്ദുള്ള പ്രദേശത്തെ സർക്കാർ സർവീസ് സെന്റർ ജീവനക്കാരനായ സ്വദേശിയെയാണ് വിവിധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തന്റെ അറിവോ അനുവാദമോ കൂടാതെ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ തന്റെ പേരിൽ ഓഫീസ് രജിസ്റ്റർ ചെയ്തതായുള്ള സ്വദേശി യുവാവിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് സേവന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനെ കുടുക്കിയത്. വിവിധ ആവശ്യങ്ങൾക്കായി സർവീസ് സെന്ററിൽ എത്തുന്ന തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ജലീബ് അൽ ഷുയൂക്കിൽ റിക്രൂട്ട്മെന്റിനായി തുറന്ന വ്യാജ പേരിലുള്ള ഓഫീസിൽ വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരവധി സിവിൽ ഐഡികൾ, ഉടമസ്ഥാവകാശം മാറ്റുന്ന രേഖകൾ തുടങ്ങിയവ ഓഫീസിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. വ്യാജ കമ്പനിയുടെ പേരിൽ ഇയാൾ അനധികൃതമായി റിക്രൂട്ട് ചെയ്ത വിദേശ തൊഴിലാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെന്നും ഇതിനായി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതോടൊപ്പം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ യഥാർത്ഥ ഉടമകളെ വിളിച്ചുവരുത്തി കേസിന് കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈറ്റിൽ അജ്ഞാത സംഘം നടപ്പാലത്തിൽ നിന്നും തള്ളിയിട്ട മലയാളി യുവാവ് ഗുരുതരാവസ്ഥയിൽ. ജനറൽ ട്രേഡിംഗ് കമ്പനിയിലെ ജീവനക്കാരനായ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശി തമ്പി മാധവനാണ് അജ്ഞാതരുടെ ആക്രമണത്തിൽ നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായത്. ഡിസംബർ 30 ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. തുടർ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് കലാ കുവൈത്ത്, മലബാർ ഗോൾഡ്, തണൽ തുടങ്ങിയവർ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പോലീസ് വേഷത്തിൽ മോഷണം നടത്തിയ 6 ഏഷ്യൻ വംശജരെ ഖത്തർ CID പിടികൂടി. ഇവരുടെ താമസസ്ഥലത്ത് നിന്ന് തൊണ്ടി മുതലുകളും പിടിച്ചെടുത്തു. പണം, വാച്ചുകൾ, സ്വർണ്ണാഭരണങ്ങൾ, ക്രെഡിറ്റ് കാർഡുകൾ, പാസ്പോർട്ടുകൾ എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത്. പോലീസ് വേഷത്തിൽ മോഷണം വ്യാപകമാകുന്നുവെന്ന പരാതിയെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം അപകടത്തിൽപ്പെട്ട് 29 പേർക്ക് പരിക്കേറ്റു. ഇറാനിലെ മഷ്കദിൽ നിന്ന് 299 യാത്രക്കാരുമായി മദീനയിലേക്ക് വന്ന സൗദി എയർലൈൻസിന്റെ 4841 നമ്പർ വിമാനമാണ് ഇന്ന് പുലർച്ചെ 4:15 അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗ് സമയത്ത് വിമാനത്തിന്റെ ടയർ സ്വയം ഇറങ്ങി വരാത്തതിനാൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതാണ് അപകടത്തിന് കാരണമായത്. അബുദാബിയിൽ പൊതുഗതാഗത ബസ്സുകളിൽ യാത്രാക്കൂലി ശേഖരണത്തിന് പുതിയ സംവിധാനം വരുന്നു. ഓട്ടോമാറ്റിക്കായി ബസ് യാത്രാക്കൂലി ശേഖരണം നടത്തുന്ന ഏകീകൃത സംവിധാനമായ ഹലീഫാത്ത് കാർഡാണ് ഏർപ്പെടുത്തുന്നത്. അബുദാബി, അലൈൻ, അൽ ഗർബിയ എന്നിവിടങ്ങളിലെ പൊതുഗതാഗത ബസ് യാത്രക്കാർക്ക് ഈ സംവിധാനം വരുന്നതോടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകും. അബുദാബി ഗതാഗത വകുപ്പ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉപരിതല ഗതാഗത പ്ലാൻ അനുസരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ കാർപ്പറ്റ് ആൻഡ് ആർട്സ് ഒയാസിസിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് പരവതാനികളിൽ തീർത്ത കരവിരുതുകളുടെ വിപുലമായ ലോകമാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിന്നുള്ള റിപ്പോർട്ട്. കൈവിരുതിൽ തീർത്ത പരവതാനികളുടെ ഒരു മായാലോകമാണിത്. ഒരുപക്ഷെ കൈകൊണ്ട് നിർമ്മിച്ച പരവതാനികളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായ വിപണന കേന്ദ്രവും ഇതായിരിക്കും. കരകൗശല വസ്തുക്കളും പരവതാനികളും ഫ്രെയിം ചെയ്ത ചിത്രങ്ങളും ഇവിടെ ഒരുമിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിർമ്മിച്ച 1,50,000 പരവതാനികൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. വിപണി വില പ്രകാരം 1,500 കോടി ഇന്ത്യൻ രൂപയുടെ കാർപ്പറ്റുകൾ വരും. ഇത് വിവിധ ആവശ്യങ്ങൾക്കുള്ള പരവതാനികൾക്ക് പുറമെ കൈകൊണ്ട് തീർത്ത സുന്ദരമായ ചിത്രങ്ങളും കാണാം. ഒരു ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ തീർത്ത കരവിരുതു തന്നെ. പരവതാനിക്ക് പേരെടുത്ത ഇറാൻ ഉൽപ്പന്നങ്ങളുടെ പവലിയനാണിത്. Mostly exclusive and the best carpet is come from Iran. This is very good. During 2 days we are also doing better. Hopefully will be good inshallah. ഇന്ത്യക്കാരാണ് ഇവിടെ പരവതാനി തേടിയെത്തുന്നവരിൽ കൂടുതലെന്നും ഇദ്ദേഹം പറയുന്നു.
ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച പരവതാനികളും കാണാം. അസംസ്കൃത വസ്തുക്കളും നിർമ്മാണവും പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇവയ്ക്കും വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. We have a different type of carpet from India. This is patchwork and this is biako we call, and we have this type of loam carpet also, and some silk collection also coming from the India. ചെറിയ വില മുതൽ 5 ലക്ഷം ദിർഹം വില വരുന്ന കാർപ്പറ്റുകൾ വരെ ഇവിടെ ലഭ്യമാണ്. ഫെബ്രുവരി 2 വരെ തുടരുന്ന 19ാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ ഈ പവലിയനുകൾ പരവതാനികളുടെ വിപണന സാധ്യതയാണ് വ്യക്തമാക്കുന്നത്. 100 കണക്കിന് വ്യത്യസ്തങ്ങളായ കാർപ്പറ്റുകൾ ഒരുക്കിയ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ സ്റ്റാളിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ 1. IBMC ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ഗ്രൂപ്പ് പ്രവാസി ഇന്ത്യക്കാർക്കായി ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ റുപ്പി ഇൻഫർമേഷൻ സെന്റർ തുറന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. റുപ്പി ബുക്കിംഗ് സേവനങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാരിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫസ മുഹമ്മദ് അൽ ദഹേരി ഉദ്ഘാടനം ചെയ്തു. CEO PK സജിത് കുമാർ ഇന്ത്യൻ റുപ്പി ഇൻഫർമേഷൻ കിറ്റ് പ്രകാശനം ചെയ്തു. ബഹ്റൈനിൽ പ്രവാസി സംഘടനകൾ സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷ പരിപാടികൾ വാരാന്ത്യത്തിലും തുടർന്നു. KMCCയും മലപ്പുറം നിവാസികളുടെ കൂട്ടായ്മയുമാണ് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബഹ്റൈനിന്റെ 42ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി KMCC സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ വിപുലമായ സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് മുഖ്യാതിഥിയായിരുന്നു. 14ാം രാവ് റിയാലിറ്റി ഷോയിലെ ഗായകൻ ബാദുഷയും നസീബും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടികളായിരുന്നു ചടങ്ങിന്റെ മുഖ്യ ആകർഷണം. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി KMCC പ്രത്യേക കലണ്ടറും പുറത്തിറക്കി. സഹീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ സംഘടന ഒരുക്കിയ ബഹ്റൈൻ ഭരണാധികാരികളുടെ ത്രിമാന ചിത്ര പ്രദർശനവും കലാപരിപാടികളും സ്വദേശികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സമാപന സമ്മേളനത്തിൽ KMCC ബഹ്റൈൻ പ്രസിഡന്റ് SV ജലീൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ സ്വാഗതവും സിദ്ദീഖ് PV നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ മലപ്പുറം ജില്ലക്കാരുടെ കൂട്ടായ്മ ഒരുക്കിയ ദേശീയ ദിനാഘോഷ പരിപാടികൾ മലപ്പുറം സമം മലയാളം എന്ന പേരിലാണ് അരങ്ങേറിയത്. ബഹ്റൈൻ പാർലമെന്റ് അംഗം അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്തയാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. വിവിധ മതദർശനങ്ങളും ആരാധനാലയങ്ങളും നിലനിൽക്കുന്ന ഭാരതം മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണെന്നും ബഹ്റൈൻ ഇതേ പാത തന്നെയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലാ നിവാസികളുടെ ഉപഹാരം ചെമ്പൻ ജലാൽ അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്തക്ക് നൽകി. KIG പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി അദ്ദേഹത്തിന്റെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തി. പരിപാടിയിൽ ജോൺ ഐപ്പ്, UK മേനോൻ, നാസർ മഞ്ചേരി, അലവി ഹാജി, NK മുഹമ്മദ് അലി, CK ബാബുരാജ്, ഡോക്ടർ രഹന എന്നിവർ സംസാരിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ജനുവരി 12-ന് UAE-യിലെ പൊതു സ്വകാര്യ മേഖലകളിൽ അവധി പ്രഖ്യാപിച്ചു. UAE വിദ്യാഭ്യാസ മന്ത്രി മാനവ വിഭവ അതോറിറ്റി ബോർഡ് ചെയർമാനുമായ ഹുമൈദ് മുഹമ്മദ് ഉബൈദ് അൽ ഖത്താമി പുറപ്പെടുവിച്ച സർക്കുലറിലാണ് പൊതു അവധി ദിനം പ്രഖ്യാപിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ചയും സ്വകാര്യ സ്ഥാപനങ്ങൾ കമ്പനിയുടെ വാരാന്ത്യ അവധി പ്രകാരം ശനിയോ ഞായറാഴ്ചയോ അവധി നൽകണം. വെള്ളി മാത്രം വാരാന്ത്യ അവധിയുള്ള കമ്പനികളിലെ തൊഴിലാളികൾക്ക് 11-ന് ശനിയാഴ്ച ശമ്പളത്തോടു കൂടി ഔദ്യോഗിക അവധി നൽകണമെന്നും തൊഴിൽ മന്ത്രി സഖർ ബിൻ ഗോബാഷ് സയീദ് ഗോബാഷ് പുറപ്പെടുവിച്ച സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇനി ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇതിനായി ഇന്നു മുതൽ പ്രത്യേക സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സംവിധാനം ജനങ്ങൾക്കേറെ സൗകര്യപ്രദമായിരിക്കുമെന്നും തങ്ങൾക്കിഷ്ടമുള്ള തീയതി ലഭ്യത അനുസരിച്ച് തെരഞ്ഞെടുക്കാൻ കഴിയുമെന്നും ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. mov.gov എന്നതാണ് വെബ്സൈറ്റ് വിലാസം. രുചിവൈവിധ്യങ്ങൾ മാറ്റുരച്ച് KMCC റിയാദിൽ സംഘടിപ്പിച്ച പാചക മത്സരം ശ്രദ്ധേയമായി. 4 മാസം നീണ്ടു നിൽക്കുന്ന മെഗാ ഇവന്റിന്റെ ഭാഗമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് മത്സരം സംഘടിപ്പിച്ചത്. അടുത്തിടെ രൂപീകൃതമായ KMCC വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത്. ചിക്കൻ ബിരിയാണി, പായസം എന്നീ വിഭവങ്ങളിലായിരുന്നു മത്സരം. 100-ലേറെ മലയാളി കുടുംബിനികൾ മത്സരത്തിൽ പങ്കെടുത്തു. ബിരിയാണി മത്സരത്തിൽ സുബു അബ്ദുസലാം, സുമയ്യ റഫീഖ് എന്നിവർ 1ാം സ്ഥാനം നേടി. വഹീദ ഖാദർ, സറു നിസാർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. പായസ മത്സരത്തിൽ സഫിയ ഷെരീഫ്, ഡോക്ടർ ഫാത്തിമ നിഷാദ, നസൂറ നിസാർ എന്നിവരും വിജയികളായി. വിജയികൾക്ക് അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഇത് ആദ്യമായിട്ടാണ് KMCC വനിതാ വിങ്ങിൻ്റെ ഒരു പരിപാടി, ഇത്രയും വലിയ ഉഷാറാക്കിയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നത് റിയാദിൽ.
അത് വീട്ടിലുള്ള എല്ലാ വനിതകൾക്കും അല്ലെങ്കിൽ ഹൗസ് വൈഫിനും എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. മത്സരം നെസ്റ്റോ ഡയറക്ടർ നൌഫൽ ഉദ്ഘാടനം ചെയ്തു. നദീറ ഷംസു, റജീന നിയാസ്, മൈമൂന അബ്ബാസ്, ഷീബ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ടിജി ജേക്കബ്, ആൻഡ്രൂസ്, സുധീഷ് മുരളീധരൻ, റഫീഖ് മലയിൽ എന്നിവരാണ് വിധി നിർണയിച്ചത്. വിവിധ രുചിക്കൂട്ടിലുള്ള ബിരിയാണിയും പായസവും രുചിക്കാനും മത്സരം വീക്ഷിക്കാനും നിരവധി പേരാണ് എത്തിയത്. മീഡിയ 1, റിയാദ്. ദുബായ് തിരുവനന്തപുരം ജില്ലാ KMCCയുടെ ട്രിവാൻഡ്രം ന്യൂ ഇയർ ഫെസ്റ്റ് ഈ മാസം 10-ന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയാകും. നിർധനരായ 10-ലേറെ പേർക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നൽകുന്ന ബൈത്തുർ റഹ്മ ചാരിറ്റി പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണവും നടക്കും. തിരുവനന്തപുരം CH സെന്ററിനെ കുറിച്ചുള്ള ഹ്രസ്വചിത്രവും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 4-ന് ആരംഭിക്കും. UAE KMCC വൈസ് പ്രസിഡന്റ് KHM അഷ്റഫ്, ദുബായ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് S ഷഫീഖ്, ഹസൈനാർ തോട്ടുംഭാഗം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബേപ്പൂർ കോഴിക്കോട് സിറ്റി KMCC സംയുക്ത മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ഈ മാസം 10-നകം സമർപ്പിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ഈ അവസരമുണ്ടാവുക. ജനുവരി 17-ന് അബുദാബി ഇസ്ലാമിക് സെന്ററിൽ അപേക്ഷകൾ നേരിട്ടെത്തി ഫോട്ടോയും ഒപ്പുവെക്കലും പൂർത്തിയാക്കണം. അത് താലൂക്ക് ഓഫീസുകളിൽ സംഘാടകർ പൂരിപ്പിച്ച അപേക്ഷ എത്തിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദി അറേബ്യയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ സിറ്റി ഫ്ലവർ ഉപഭോക്താക്കൾക്കായി പുതുവർഷ സമ്മാനമായി പ്രഖ്യാപിച്ച ഗ്രേറ്റ് സിറ്റി ഫ്ലവർ സെയിലിന് തുടക്കമായി. സെയിലിന്റെ ഉദ്ഘാടനം റിയാദിൽ സാമൂഹ്യ പ്രവർത്തകൻ കുന്നുമ്മൽ കോയ ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലും ബത്തയിലെ ഹൈപ്പർ മാർക്കറ്റുകളിലും നിരവധി ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫസൽ റഹ്മാൻ പറഞ്ഞു. റിയാദ് മലപ്പുറം ജില്ലാ KMCC പാർലമെന്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, പൊന്നാനി, വയനാട്, പാലക്കാട് മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പ്രചരണ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലം അടിസ്ഥാനത്തിൽ കമ്മിറ്റികളും രൂപീകരിച്ചു. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി ട്രഷറർ UP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സമദ് കൊടിഞ്ഞി അധ്യക്ഷത വഹിച്ചു. റഫീഖ് പാറക്കൽ, അർഷുൽ അഹമ്മദ്, ഷുഹൈബ് പനങ്ങങ്ങര, മൊയ്തീൻകുട്ടി തെന്നല തുടങ്ങിയവർ പ്രസംഗിച്ചു. സലാല സെന്റ് ജോൺസ് ജാക്കോബൈറ്റ് സിറിയൻ പള്ളിയിൽ അവധിക്കാല ബൈബിൾ പഠനാഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിലും കലാപരിപാടികളിലും നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഫാദർ ഐസക് നിർവഹിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ ഡേവിസ് P തങ്കച്ചൻ നേതൃത്വം നൽകി. ഇനി ബിസിനസ് വാർത്തകൾ. മസ്കറ്റ് ഓഹരി വിപണി കഴിഞ്ഞ മാസം 1.61% വളർച്ച രേഖപ്പെടുത്തി. പ്രവാസി നിക്ഷേപകർ ഓഹരി വിപണിയിൽ കൂടുതൽ സജീവമായതാണ് വളർച്ചയുടെ കാരണങ്ങളിൽ ഒന്ന്. നവംബർ മാസത്തെ അപേക്ഷിച്ച് മസ്കത്ത് ഓഹരി സൂചിക 108.27 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നവംബറിൽ 6726.29 പോയിന്റിൽ ക്ലോസ് ചെയ്ത വിപണി ഡിസംബറിൽ വ്യാപാരം അവസാനിപ്പിച്ചത് 6836.56 പോയിന്റിലാണ്. 239 ദശലക്ഷം റിയാലിന്റെ മൂല്യം കണക്കാക്കുന്ന വാണിജ്യമാണ് ഈ കാലയളവിൽ നടന്നത്. പ്രവാസി നിക്ഷേപകർ ഡിസംബറിൽ 37.4 ദശലക്ഷം റിയാലിന്റെ ഓഹരികൾ സ്വന്തമാക്കിയെന്ന് മാസാന്ത്യ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. മൊത്തം ഓഹരി വിൽപ്പനയുടെ 15.65%. പ്രവാസി ഓഹരി ഉടമകൾ 31.9 ദശലക്ഷം റിയാലിന്റെ ഷെയറുകൾ വിറ്റഴിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ടെലികോം മേഖലകളിലെ IPO വന്നതിന് ശേഷം വിദേശികൾ, പ്രത്യേകിച്ച് മലയാളികൾ ഈ മേഖലയിലേക്ക് വളരെ നന്നായിട്ട് തന്നെ പങ്കാളിത്തം വഹിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മുൻകാലത്തും ഇതുണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് വന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലമായിട്ട് അവർ പിന്മാറുകയും പിന്നെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ അവർ പങ്കാളിത്തം വഹിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. മസ്കത്ത് ഓഹരി വിപണിയിലെ പ്രവാസി നിക്ഷേപത്തിൽ 2.3% വളർച്ച രേഖപ്പെടുത്തിയായി ബുള്ളറ്റിൻ പറയുന്നു. 5.5 ദശലക്ഷം റിയാലിന്റെ വർധനയാണ് ഈ കാലയളവിലുണ്ടായത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ചുരുക്കം ഇടപാടുകൾ നടന്ന ദുബായിയുടെയും അബുദാബിയുടെയും സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇന്ന് വിപരീത ദിശയിലായിരുന്നു സഞ്ചരിച്ചത്. അബുദാബി എക്സ്ചേഞ്ചിൽ 4383.68 പോയിന്റിൽ 0.65% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ 0.13% താഴേക്ക് പോയി.
താരതമ്യേന കുറവ് ഇടപാടുകളാണ് ഇന്ന് 2 സ്റ്റോക്ക് മാർക്കറ്റുകളിലും നടന്നത്. 2020 വേൾഡ് എക്സ്പോയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ദുബായ് വിപണി ഭാവിയിൽ കുതിച്ചുയരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലിക്കെത്തിയ മലയാളിയെ സ്പോൺസർ കള്ളക്കേസിൽ പീഡിപ്പിക്കുന്നതായി പരാതി. മക്കയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി ഉബൈദ് ചക്കിട്ടപ്പറമ്പിലാണ് നാട്ടിലേക്ക് പോകാൻ വഴി തേടി ജിദ്ദ കോൺസുലേറ്റിനെ സമീപിച്ചത്. നാട്ടിൽ നിന്നും ഏജന്റ് മുഖേന സംഘടിപ്പിച്ച ബീറ്റ് ഡ്രൈവർ വിസയിൽ 1 വർഷം മുമ്പാണ് ഉബൈദ് ചക്കിട്ടപ്പറമ്പിൽ മക്കയിൽ സ്വദേശി വനിതയുടെ കീഴിൽ ജോലിക്കായി എത്തിയത്. 1300 റിയാൽ മാസശമ്പളം ലഭിക്കുമെന്നായിരുന്നു ഏജന്റിന്റെ വാഗ്ദാനം. എന്നാൽ ഡ്രൈവർ ജോലിക്ക് പുറമെ ഊണും ഉറക്കവുമില്ലാതെ കഠിനമായ മറ്റു പണികളും കൂടി എടുക്കാൻ നിർബന്ധിതനായ ഇയാൾക്ക് ശമ്പളമോ ആവശ്യത്തിന് ഭക്ഷണം പോലുമോ കൊടുക്കാൻ സ്പോൺസർ തയ്യാറായില്ല. തന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 7000 റിയാൽ നൽകണമെന്നായി സ്പോൺസർ. മറ്റു മാർഗങ്ങൾ കാണാതെ ഇയാൾ സ്പോൺസർക്കെതിരെ പരാതി നൽകുകയും അവിടെ നിന്നും താമസം മാറുകയും ചെയ്തു. പരാതി ഒത്തുതീർപ്പാക്കാമെന്ന ഉറപ്പിൽ വീട്ടിലേക്ക് വിളിപ്പിച്ച സ്പോൺസർ അവിടെ വെച്ച് ഇയാളെ കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വിളിച്ചോണ്ട് പറഞ്ഞ് അതിന്റെ പേപ്പർ ക്ലിയർ ആയിക്കണ്, വന്നിട്ട് പേപ്പർ പഠിച്ചു പോയിക്കോ, അല്ലാണ്ട് ഇവിടെ പണിയെടുത്തോ, അല്ല എന്നെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞ്. ആയിക്കോട്ടെന്നുള്ള ലെവലിൽ അന്ന് രാത്രി ഞാൻ പോയതാ. അപ്പൊ അവിടെ നിന്നോട് പറഞ്ഞ 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യ്, സാധനം എടുത്തിട്ട് വരാറിഞ്ഞ്. അപ്പൊ അതിൽ പുറത്തെടുത്തും വെയിറ്റ് ചെയ്ത് നിന്നു കാറില്. അവൻ എന്നോട് വെച്ച് ഉബൈദല്ലേ വെച്ച് ആ ഉബൈദാണ് പറഞ്ഞ വണ്ടി കയറി പറഞ്ഞു. കേസിലകപ്പെട്ട് ഒരാഴ്ച മക്കയിലെ ജയിലിലും തുടർന്ന് 2 മാസം ഷുമൈസി ജയിലിലുമായി അടക്കപ്പെട്ട ഇയാളെയും മറ്റു കേസുകളിലകപ്പെട്ട 18 ഇന്ത്യക്കാരെയും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കയറ്റി അയക്കാനായി വിമാനത്താവളത്തിലേക്കാണെന്നും വിശ്വസിപ്പിച്ച് ഷുമൈസി ജയിലധികൃതർ വാഹനത്തിൽ കയറ്റുകയും ശേഷം വഴിയിൽ ഇറക്കിവിടുകയും ചെയ്തതെന്ന് ഇവർ പറയുന്നു. പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചു എങ്ങടാ കൊണ്ടുപോകണമെന്ന് വെച്ച്. എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നെ മാത്രമല്ല ഞങ്ങളെ മൊത്തം എയർപോർട്ടിൽ കൊണ്ടുവിടുകയാണ് പറഞ്ഞു. എന്നിട്ട് ഹൈവേയിൽ ഇറക്കിയിട്ട് ഓല് പോയി. പാസ്പോർട്ടോ മറ്റു രേഖകളോ കൈവശമില്ലാതെ തങ്ങൾ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യവുമായാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ഓപ്പൺ ഹൌസിൽ ഇവർ പരാതികളുമായി എത്തിയത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. റിയാദ് അസീസിയ സോക്കർ ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ യുണൈറ്റഡ് ഫ്രണ്ട്സ് ചാലിയാർ വിജയികളായി. ഫൈനലിൽ ലാന്റേൺ FCയെ ഷൂട്ടൌട്ടിലൂടെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് യുണൈറ്റഡ് ഫ്രണ്ട്സ് ചാലിയാർ വിജയികളായത്. ഷുബ്രയിലെ അൽ ഖുദ്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി മുജീബ് ഉപ്പട ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ മത്സരത്തിൽ നാസർ കാരന്തൂർ, ബഷീർ ചേലേമ്പ്ര, ഹംസക്കോയ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തന്നെ LDF ക്ഷണിച്ചിരുന്നുവെന്ന് KR ഗൗരിയമ്മ. പിണറായി വിജയന്റെ ദല്ലാളാണ് ഈ ആവശ്യവുമായി തന്നെ സമീപിച്ചത്. എന്നാൽ CPMൽ നിന്ന് പുറത്താക്കിയതിന്റെ കാരണം ആദ്യം അറിയിക്കട്ടെ എന്ന നിലപാടാണ് താൻ സ്വീകരിച്ചതെന്ന് ഗൗരിയമ്മ വെളിപ്പെടുത്തി. JSS തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ഗൗരിയമ്മയുടെ വെളിപ്പെടുത്തൽ. ഗൗരിയമ്മ LDFൽ ചേരാൻ അച്ചാരമുണ്ടായി. ഗൗരിയമ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ എന്നെ ഒന്ന് വിളിച്ചവരാണ്. ഞാൻ പറഞ്ഞ ആദ്യം എന്നെ എന്തിനാ കളഞ്ഞെന്ന് പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് UDF JSSന് നൽകിയത്. വയലാർ രവി പ്രചാരണത്തിനിറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തനിക്ക് വോട്ട് കുത്തനെ കുറഞ്ഞു. LDFിൽ നിന്നും നല്ല ഓഫർ വന്നാൽ അക്കാര്യം ആലോചിക്കും. LDFിൽ നിന്നും ആരാണ് ക്ഷണിച്ചതെന്ന ചോദ്യത്തിന് ഗൗരിയമ്മയുടെ മറുപടി ഇങ്ങനെ: അല്ല, ഞങ്ങളല്ലാതെ തന്നെ ഇപ്പം അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫർ വന്നാലും ആലോചിക്കാതെ ഇരിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം ഓഫർ വന്നിട്ട് ഞാനും ഇയാളും ഒക്കെ കൂടെ പോയി ഡിസ്കസ് ചെയ്തതല്ലേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നെയാണ് വേണ്ടത്. ഞാനും ഇയാളും ഡിസ്കസ് ചെയ്തന്ന് ഞങ്ങളാരും പിണറായിയോട് ഡിസ്കസ് ചെയ്തില്ല. പിണറായിയുടെ ഇതെല്ലാം ആളായിട്ട് ഒന്നാളായിട്ട് ഡിസ്കസ് ചെയ്തു. UDF വിടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ മാസം 26 ഉണ്ടാകുമെന്നും ഗൗരിയമ്മ പറഞ്ഞു. മീഡിയ 1, തിരുവനന്തപുരം. പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ KR ഗൗരിയമ്മ ലക്ഷ്യം വെക്കുന്നത് എന്ത്? CPMന് ഗൗരിയമ്മയെ മാത്രം മതിയോ, JSSനെ വേണ്ടേ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, ഇടത് ചിന്തകൻ KK ഷാജു, മുൻ MLA തുടങ്ങിയവർ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം PC വിഷ്ണുനാഥ് MLA, അഡ്വക്കേറ്റ് രാജൻ ബാബു എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം അപ്പുകുട്ടൻ വള്ളിക്കുന്നിലേക്ക്. ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, ഇന്ന് KR ഗൗരിയമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു കാര്യമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വിട്ട ദല്ലാൾ താനുമായി ചർച്ച നടത്തിയിരുന്നു. അന്ന്
തന്നെ മാത്രം മതി, JSSനെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ഓഫർ താൻ നിരസിക്കുകയായിരുന്നു എന്നാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഗൗരിയമ്മയെ സംബന്ധിച്ച് നമുക്ക് വളരെയേറെ ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത്തരമൊരു ഓഫർ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഗൗരിയമ്മയെ അവർക്ക് വേണം, ആ നിലയ്ക്ക് സ്വാഭാവികമായും അവർ അതിന് ബന്ധപ്പെട്ടിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ഓഫർ ചെയ്തുകൊണ്ട് ഗൗരിയമ്മയെ CPMലേക്ക് നേരിട്ടെടുത്ത് ഒരു ആത്മഹത്യാപരമായ ഒരു തീരുമാനത്തിന് CPM തയ്യാറായിട്ടുണ്ടാവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു എങ്കിൽ അത് CPIMന്റെ ആ നേതൃത്വം തുടരുന്ന അതിന്റെ വളരെ വക്രമായ അതിന്റെ രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിലും അണികളിലും തുറന്നു കാട്ടുന്ന ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതിലൂടെ KR ഗൗരിയമ്മ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? താങ്കൾ എന്ത് കരുതുന്നു? ഇതില് ഗൗരിയമ്മ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട, അത് സത്യമാണെന്ന് വരുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. അത് CPM ഗൗരിയമ്മയെ രാഷ്ട്രീയമായി അവരിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷമേ വരുത്തുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗൗരിയമ്മ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. മുൻ MLA JSS നേതാവുമായിരുന്ന KK ഷാജു തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ KK ഷാജു, താങ്കൾ ദീർഘകാലം ഗൗരിയമ്മയുടെ കൂടെ പ്രവർത്തിച്ചയാളാണ്. ഗൗരിയമ്മയുടെ നീക്കങ്ങളും മറ്റു തീരുമാനങ്ങളുമൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPMുമായി ഏതെങ്കിലും തരത്തിൽ CPMലേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ചർച്ച നടന്നതായി താങ്കൾക്ക് അറിവുണ്ടോ? CPMലേക്ക് തിരികെ പോകുന്നു എന്നുള്ള നിലയിലല്ല. അവിടെ നടന്ന അന്നത്തെ ഒരു ചർച്ച വളരെ ദുഃഖകരമായ വിഷകരമായ ഒരു സ്ഥിതി അന്നുണ്ടായിരുന്നു. ഞങ്ങൾ UDFലാണ്, ഞാനന്ന് MLA ആണ്. അപ്പോൾ UDFൽ നിന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിൽ UDFൽ എന്തിനു തുടരണം, അപ്പുറത്ത് പോയാൽ പോരെ എന്നുള്ളൊരു വാദഗതി ഗൗരിയമ്മ തന്നെ നേതൃത്വത്തിൽ ഏതാനും ചില അന്ന് AV താമരാശൻ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇപ്പോഴത്തുള്ള സജ്ജിത്വം, അതുപോലെ ഒന്ന് രണ്ട് ആളുകളെ, അപ്രധാനമായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരെയൊക്കെ ഉപയോഗിച്ച് മുന്നണി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അന്ന് നടത്തിയിരുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ, പ്രസിഡന്റ് രാജംബാബു അടക്കം ഞങ്ങളെല്ലാം, ഉമേഷ് ചള്ളി, അതേപോലെ ഞങ്ങളെല്ലാം UDF വിടുന്നതിനോട് എതിരായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് അപ്പുറത്തുനിന്ന് നന്നായിട്ടുള്ള വാഗ്ദാനമൊക്കെ ഉണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും അത്ര വിശ്വസനീയമായിരുന്നില്ല. ആ നിലയിലുള്ള ഒരു ധാരണയില്ല. പിന്നെ ഗൗരിയമ്മ JSSൽ തന്നെ ഗൗരിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ ആ ഇഷ്ടപ്പെടാത്തവരുടെ പട്ടികയിൽപ്പെടുന്ന ആളുകളെ ഒതുക്കാനും കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരമായി മുന്നണി വിടുന്നതിനെ കാണുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പ് അതിനകത്തുണ്ടായി. അവസാനം ഗത്യന്തരമില്ലാതെ ഗൗരിയമ്മയ്ക്ക് മുന്നണി ഉറച്ചു നിൽക്കേണ്ടി വന്നു. ഇതിനിടയിൽ ചില ആളുകൾ, ഡോക്ടർ ഐസക്കും അതുപോലെ ചില ആളുകളും ഗൗരിയമ്മയുടെ വീട്ടിൽ വന്നു എന്നും പോയി എന്നും പറഞ്ഞിട്ടുള്ള അവരെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഐസക്ക് ആലപ്പുഴ റെസ്റ്റ് ഹൗസിലെ JSS നേതാക്കളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും അറിഞ്ഞോ ഔദ്യോഗികമായോ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. ഗൗരിയമ്മ തന്നെ അന്ന് പലതും നിഷേധിക്കുകയായിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഗൗരിയമ്മയെ വാഗ്ദാനവുമായി ആരെങ്കിലും സമീപിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല. ഞങ്ങളാരും അത് വിശ്വസിക്കുന്നുമില്ല. ഗൗരിയമ്മയെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്, ദയവായി തുടരുക. അഡ്വക്കേറ്റ് രാജൻ ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അഡ്വക്കേറ്റ് രാജൻ ബാബു, ഷാജു പറയുന്നത് പോലെ ഷാജുവിനെ ഗൗരിയമ്മയ്ക്ക് തനിക്കിഷ്ടമല്ലാത്തവരെ JSSൽ മറ്റൊരു കണ്ണോടും തനിക്കിഷ്ടമുള്ളവരെ മറ്റൊരു കണ്ണോടും കൂടിയാണ് ഗൗരിയമ്മ നോക്കിക്കണ്ടത്. താങ്കൾ ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ ഗൗരിയമ്മയ്ക്ക്. ആ അർത്ഥത്തിൽ ചോദിക്കുകയാണ്, മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചർച്ചകൾ, CPMലേക്ക് തിരികെ പോകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തുകൊണ്ടുള്ള CPMന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ അത് ഉണ്ടായിട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഇക്കാര്യത്തിൽ? ഇടതുപക്ഷവുമായിട്ടോ CPMുമായി നേതാക്കന്മാരുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചർച്ച
ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ അറിയിച്ചൊരു ചർച്ച നടന്നിട്ടുമില്ല. ഇപ്പോൾ കെ ഷാജു പറഞ്ഞത് അന്ന് അത്തരത്തിലുള്ള ചർച്ച നടന്നിരുന്നു. പക്ഷേ ഷാജുവും രാജൻ ബാബു താങ്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്തു, കോൺഗ്രസ് വിടുന്നതിനെ എതിർത്തു എന്നാണ് നേരത്തെ ഷാജു പറഞ്ഞത്. എന്നുള്ളതല്ല, സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയപ്പോ വിടണോ വേണ്ടയോ എന്നുള്ള ഒരഭിപ്രായം വന്നപ്പോ ഇപ്പോ UDF വിടേണ്ടതില്ല എന്നുള്ള നിലപാട് ആണ് ഞങ്ങൾ എടുത്തിരുന്നത്. ഇന്ന് നടന്ന സമ്മേളനത്തിൽ യാതൊരുവിധമായ ചർച്ചയ്ക്കും ഞാൻ പോയിട്ടില്ല. ഔദ്യോഗികമായുള്ള യാതൊരു ചർച്ചയും ഞാൻ ഉൾപ്പെടെ നടന്നിട്ടില്ല, ഞാൻ അറിയുകയും നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ വാസ്തവ വിരുദ്ധമായ ഒരു കാര്യം നിങ്ങളുടെ പാർട്ടി നേതാവ് പറയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നുള്ളതല്ലല്ലോ, അത് ചിലപ്പോ ജനറൽ സെക്രട്ടറിയുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല. ജനറൽ സെക്രട്ടറി അത് പറയുമ്പോ നമ്മള് അതിനെ സംബന്ധിച്ച് എനിക്കറിവില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് വ്യക്തിപരമായി ഞാനിത് അറിഞ്ഞിട്ടില്ല, എന്നോട് ചർച്ച ചെയ്തിട്ടുമില്ല. ഇന്ന് വലിയ ഗൗരവതരമായ വെളിപ്പെടുത്തലുകളാണ് ഗൗരിയമ്മ നടത്തിയിരിക്കുന്നത്. ഏറെക്കുറെ UDF വിടുമെന്ന് ഉറപ്പായിരിക്കുന്നു. താങ്കൾ നേരത്തെ ഷാജു പറഞ്ഞതുപോലെ അന്നത്തെ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ന് UDF വിടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഗൗരിയമ്മയുള്ളത്. താങ്കളുടെ നിലപാട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ? അത് കഴിഞ്ഞ പ്ലിനം സമ്മേളനമാണ് UDFിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും വലിയ ഘടകം പാർട്ടിയുടേത് സംസ്ഥാന സമ്മേളനമോ അതിന് തത്തുല്യമായ പ്ലിനം സമ്മേളനമാണ്. ആ ഘടകം തീരുമാനിച്ച ഇപ്പോഴ് ആ നിലയിൽ നിൽക്കുകയാണ്. ഇനിയും ആ സംസ്ഥാന സമ്മേളനത്തിലാണ് അത് റീഓപ്പൺ ചെയ്യേണ്ടത്. അത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ആ സമ്മേളനത്തിലാണ് അതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കേണ്ടതും തീരുമാനിക്കുന്നത്. ഗൗരിയമ്മ പറയുന്നത് തനിക്ക് മാത്രം പോവണമെന്നില്ല. നേരത്തെ ഗൗരിയമ്മ പറയുന്നത് പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMൽ നിന്നും വന്ന ഓഫർ ഗൗരിയമ്മയെ മാത്രം മതി എന്നാണ്. ഇപ്പോഴും ഗൗരിയമ്മ പറയുന്നത് അത് തന്നെയാണ്, തനിക്ക് മാത്രം പോവുകയാണെങ്കിൽ പാർട്ടി അംഗങ്ങൾ മുഴുവൻ CPMലേക്ക് പോകും എന്നുള്ളതാണ് ഗൗരിയമ്മ പറയുന്നത്. അതെ, ഗൗരിയമ്മയുടെ അഭിപ്രായമാണ്. അതിനെ സംബന്ധിച്ച് CPMലേക്കോ ഇടതുപക്ഷത്തേക്കോ ഞങ്ങളെ ആരെയും ഇതുവരെ ക്ഷണിച്ചിട്ടുമില്ല. ഞാനൊരു ചർച്ചയ്ക്ക് പോയിട്ടുമില്ല. അങ്ങനെ ഗൗരിയമ്മ CPMലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുകയാണെങ്കിൽ ഗൗരിയമ്മയുടെ കൂടെ താങ്കളും പോകുമോ? അതിപ്പോ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ എനിക്കിപ്പോ ആൻസർ പറയാൻ ഒക്കില്ലല്ലോ. ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം UDFിൽ തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, തന്നെ പുറത്താക്കിയത് എന്തിനാണെന്ന് ഇപ്പോഴും CPM വിശദീകരിക്കുന്നില്ല. ആ വിശദീകരണത്തിനുള്ള കാത്തിരിപ്പിലാണ് KR ഗൗരിയമ്മ ഇപ്പോഴും ഉള്ളത്. ആ കാത്തിരിപ്പ് തന്നെയാണോ CPMലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ CPMലേക്ക് ആനയിക്കപ്പെടാതിരിക്കാൻ ഗൗരിയമ്മയ്ക്ക് മുന്നിൽ ഉള്ള തടസ്സം? ഈ CPIM ഗൗരിയമ്മയെ പുറത്താക്കിയിട്ട് 20 വർഷം കഴിഞ്ഞു. 1993 ഡിസംബർ 31 പുറത്താക്കിയത്. ആ പുറത്താക്കിയത് എന്തിനാണ് എന്ന് ആ പാർട്ടി അതിന്റെ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ രാജ്യത്തിലെ ജനങ്ങളെ അറിയിക്കുക മാത്രമല്ല, അന്ന് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സംഘടനയ്ക്കകത്തുണ്ടാക്കിയിരുന്നതാണ്. അത് പാർട്ടി തലത്തിലും പൊതുജനങ്ങൾക്കിടയിലും വളരെയേറെ വിശദീകരിക്കപ്പെടുകയും കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി LDFന് വിരുദ്ധമായ ഒരു UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ഗൗരിയമ്മ. അത്തരമൊരു ഘട്ടത്തിൽ അവർക്കിപ്പോൾ ഈ 20 വർഷം കഴിയുമ്പോൾ എന്തിനാണ് തന്നെ പുറത്താക്കിയത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സഹതപിക്കുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പരസ്യമാക്കി അത് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നതാണ്. അതിന്റെ തെറ്റോ ശരിയോ അതുപോലുള്ള അതിലെ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് അങ്ങനെ അന്ന് പുറത്താക്കിയത് എന്തിനാണ് എന്ന് അറിയുന്നില്ല
എന്നുള്ള ആ ഓർമ്മക്കുറവിന്റെ പേരിൽ നമുക്കതിനെപ്പറ്റി ഗൗരവമായി ചർച്ച ചെയ്യുന്നതിനൊന്നും ഒരു അർത്ഥവും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 20 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഈ മുഖ്യധാരാ പ്രസ്ഥാനത്തിൽ ഗൗരിയമ്മ അടക്കം ഉൾപ്പെട്ട മുന്നണികൾ ഇരിക്കുന്ന ജനവിരുദ്ധമായ അധികാരത്തിലിരുന്നുകൊണ്ട് ഇരിക്കുന്ന നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ തലത്തിലും ഈ കേരളത്തിലും ഒക്കെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിൽ ഗൗരിയമ്മയെ അന്ന് എന്തിനാണ് പുറത്താക്കിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഗൗരിയമ്മ ഈ രാജ്യത്ത് ഇപ്പോ പാചകവാതകത്തിന്റെ വില കൂടിയിരിക്കുന്നു, ഒരുപാട് മറ്റു പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റമുണ്ട്. ഒരു ഇതിൽ ഗൗരിയമ്മ പോലെയുള്ള ഒരാൾ ജനങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു നിന്നുകൊണ്ട് ഈ മുന്നണികളുടെ ഈ നയങ്ങൾക്കെതിരായിട്ട് അവർ പൊരുതുന്നുണ്ടെങ്കിൽ, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അത് ഗൗരിയമ്മ പോലെ ചരിത്രമുള്ള, രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾ ചെയ്യേണ്ട കടമ അതാണ്. അതല്ലാതെ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിരുന്നോ, അതല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് എന്താണ് കാരണം പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇരുട്ടിൽ തപ്പുകയല്ല വേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിരുന്നു എന്നതിൽ വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ ഈ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഈ ഘട്ടത്തിലും CPM-ലേക്ക് വരാൻ ഗൗരിയമ്മ തയ്യാറാണെങ്കിൽ എടുക്കാൻ CPM തയ്യാറാകുമോ? അതെല്ലാം CPM തീരുമാനിക്കേണ്ടതാണ്. CPM അതിന് നമ്മളൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുന്നതിന് അനുകൂലമായ ഒരു സമീപനം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കണം. അത് CPM-ന്റെ ബലമാണോ കാണിക്കുന്നത്? അല്ല. കാരണം ഈ കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന CPM, ഇപ്പൊ ഇവിടെ ഗൗരിയമ്മ തന്നെ പറയുന്നത്, ഗൗരിയമ്മയുടെ പാർട്ടിയുടെ പേര് ജനാധിപത്യ സംരക്ഷണ സമിതി എന്നാണ്. CPM-ൽ നിന്ന് അതിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഒരു ഗൗരിയമ്മയെ പോലുള്ള ഒരാൾ ആ പാർട്ടിക്ക് പുറത്തു പോയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും അവർക്ക് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, ജനാധിപത്യത്തിന്റെ പേരിൽ രൂപപ്പെടുത്തിയ ഒന്നാണ് ഈ JSS എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ വന്നതാണ്. ആ രാഷ്ട്രീയ പാർട്ടി യുടെ റെലവൻസ്, അതിന്റെ ആവശ്യം ഏറെ കേരളത്തിൽ ഇന്ന് പ്രസക്തമാണ്. കാരണം ഗൗരിയമ്മ പോയതിനു ശേഷം ആ പാർട്ടി പാർട്ടിക്ക് വന്ന മാറ്റത്തെപ്പറ്റി ഗൗരിയമ്മ അച്യുതാനന്ദന് വന്ന മാറ്റത്തെപ്പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. പിണറായി വിജയൻ നയിക്കുന്ന CPM-ന് വന്നിട്ടുള്ള മാറ്റത്തെപ്പറ്റി പറയുന്നില്ല. ഈ 22-ാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോടതി പരിശോധിക്കാൻ പോകുന്നത് CPM-ന് ഒരു കൊലപാതക രാഷ്ട്രീയത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു ഘട്ടത്തില് താങ്കളിലേക്ക് തിരിച്ചു വരാം. KK ഷാജുവിലേക്ക്. ശ്രീ KK ഷാജു, താങ്കൾക്കെതിരെ ഗൗരിയമ്മ നടത്തിയ ആരോപണം താങ്കൾ അച്ചടക്ക ലംഘനം കാണിച്ചു എന്നാണ്. ആ രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾക്കെതിരെ ഗൗരിയമ്മ ഉന്നയിച്ചു. അന്ന് ഗൗരിയമ്മ പറഞ്ഞ ഒരു കാര്യം, UDF-നെതിരെ UDF ഗൗരിയമ്മയെ പലതരത്തിൽ അവഗണിക്കുന്നു, ഒരു വലിയ ശിക്ഷയായി തന്നെ അത് കാണുന്നുണ്ട് ഗൗരിയമ്മ എന്നുള്ള രീതിയിലാണ് ഗൗരിയമ്മ അന്ന് പറഞ്ഞത്. അന്ന് UDF-നെതിരെ ഗൗരിയമ്മ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം സത്യമായിരുന്നില്ലേ? ഗൗരിയമ്മ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്താക്കുന്ന നടപടി ഭരണഘടനാപരമല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ JSS-ൽ തന്നെ 90% പാർട്ടി പ്രവർത്തകരും ഗൗരിയമ്മയുടെ ആ തീരുമാനമൊന്നും അംഗീകരിക്കുന്നില്ല. അത് പോട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഗൗരിയമ്മ എന്നെ പുറത്താക്കാൻ പറഞ്ഞ കാരണം, ഒന്ന്, ആലപ്പുഴയിൽ ഡിസംബർ 4-ാം തീയതി നടന്ന മുഖ്യമന്ത്രിക്ക് UDF ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് JSS-ന്റെ പിന്തുണ UDF-ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് ഒന്ന്. 2, 7-ാം തീയതി നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. ഈ 2 പരിപാടിയിലും ഞാൻ പങ്കെടുത്തത് പാർട്ടി വിരുദ്ധമായി കണക്കാക്കി, സംഘടനാ വിരുദ്ധമായി കണക്കാക്കി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ JSS പാർട്ടിയിൽ നിന്ന് UDF-ൽ നിന്ന് പുറത്തു പോകാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന സമ്മേളനം അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള സാങ്കേതിക നടപടിക്രമം മാത്രം നിലനിൽക്കുന്നു എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. കഴിഞ്ഞ പ്ലീനം സമ്മേളനം എടുത്ത തീരുമാനം
UDF ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു തീരുമാനം മാറ്റിമറിക്കാനുള്ള അധികാരവും അവകാശവും അടുത്ത സംസ്ഥാന തലത്തിലുള്ള സമ്മേളനത്തിനോ അതേപോലുള്ളൊരു സമ്മേളനത്തിനോ ഉള്ളൂ. അതിനിടയിൽ കമ്മിറ്റി കൂടി ചില ആളുകൾ പറഞ്ഞു വിട്ടുപോകാം, അന്നൊരു തീരുമാനമാണ്. അങ്ങനെയൊന്നും പറയുന്നത് ഭരണഘടനാ പരമല്ല, സംഘടനാ വിരുദ്ധവുമാണ്. യഥാർത്ഥത്തിൽ സംഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഗൗരിയമ്മയുടെ ചുറ്റും നിൽക്കുന്നവരാണ്. ഗൗരിയമ്മയാണെന്ന് ഞാൻ പറയുന്നില്ല, ബഹുമാന്യായ ഗൗരിയമ്മയെ സംബന്ധിച്ച് ആ നിലയിലുള്ള ഒരു ആരോപണത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ബഹുമാനായ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യ സംരക്ഷണ സമിതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനകത്ത് ജനാധിപത്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ഗൗരിയമ്മ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് ജനാധിപത്യ സംരക്ഷണ സമിതി. ആ സമിതിക്കകത്ത് ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രശ്നം. അപ്പൊ ഗൗരിയമ്മ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പക്ഷേ രാജൻ ബാബു അടക്കമുള്ള ആളുകൾ പറയുന്നത് അന്ന് നടന്ന ചർച്ചകളോ ഇപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ചർച്ചകളോ ഞങ്ങൾ അറിയുന്നില്ല, ഗൗരിയമ്മ മാത്രം നേരിട്ട് നടത്തുന്ന ചർച്ചകളാണെന്നാണ് നേരത്തെ രാജൻ ബാബു പറഞ്ഞത്. ഗൗരിയമ്മ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ഗൗരിയമ്മ പറഞ്ഞ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുമ്പുള്ള കമ്മിറ്റി മീറ്റിങ്ങുകൾ വരെ അങ്ങനെ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു CPM നേതാവോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഏതെങ്കിലും ദൂതനോ തന്നെ വന്ന് കണ്ടിട്ടുണ്ടെന്നോ ചർച്ച ചെയ്യാൻ പോകുന്നെന്നോ പറഞ്ഞതായിട്ട് ഗൗരിയമ്മ പറഞ്ഞില്ല. ആകെ കൂടി ഗൗരിയമ്മ പറഞ്ഞത് നമ്മുടെ കൂടെ നിൽക്കുന്ന ചില സഖാക്കൾക്ക് അപ്പുറം പോയി ചർച്ച ചെയ്യണം താല്പര്യമുണ്ട്, എന്നാൽ നിങ്ങൾ പോകുന്ന എനിക്ക് വിരോധമില്ല, പോകാതിരിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു എന്നാണ് ഗൗരിയമ്മ. കോൺഗ്രസ് നേതാവ് ഷുക്കൂർ MLA ഷുക്കൂർ ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ഷുക്കൂർ, ഇന്ന് ഗൗരിയമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഓഫർ തനിക്ക് മുന്നിൽ വെച്ച് നീട്ടിയിട്ടും പോകാതെ നിന്ന ആളാണ് KR ഗൗരിയമ്മ. വലിയ ഉത്തരവാദിത്തത്തോടെ വലിയ ആത്മാർത്ഥതയോടെ UDFൽ നിന്നു. എന്നിട്ടും UDFൽ നിന്നും വലിയ അവഗണനയാണ് തനിക്ക് ലഭിച്ചത്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് KR ഗൗരിയമ്മ പറയുന്നത്. ഇന്ന് നടന്ന സമ്മേളനത്തിൽ അവർ ഏറെക്കുറെ UDF വിടാൻ തന്നെ ധാരണയായിരിക്കുന്നു. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഗൗരിയമ്മ പറഞ്ഞ കാര്യം ഇപ്പോ ഇത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം മുൻപ് ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു കാര്യം ഗൗരിയമ്മ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതെന്താണോ ശ്രീ പിണറായി വിജയനെ ദല്ലാളായി വന്നിട്ടുള്ള ആളുമായി സംസാരിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നു. എന്തായാലും ഇത്തരം ഒരു സാഹചര്യം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിന്റെ അർത്ഥം, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഗൗരിയമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ അപ്രസക്തമായ ഒരു നിയമസഭാ സീറ്റ് തന്ന് തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അരൂരിൽ KPCC വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഇന്ന് KR ഗൗരിയമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ. ഇതൊരിക്കലും ശരിയായതല്ല. അരൂരിൽ മത്സരിച്ചത് ഞാനായിരുന്നു. അരൂരിൽ മത്സരിക്കാൻ ഗൗരിയമ്മ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നില്ല. ഗൗരിയമ്മയ്ക്ക് ആലപ്പുഴ സീറ്റ് വേണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ചേർത്തല ഒന്നുകൂടെ പറ്റിയ സീറ്റാണ് എന്ന തരത്തിലാണ് ഗൗരിയമ്മയുടെ ഭാഗത്തുനിന്ന് ചർച്ച ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വയലാർജിയെ പോലുള്ള ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും താഴെ പ്രവർത്തിക്കുന്നവോ പാർട്ടി പ്രവർത്തകരുമെല്ലാം ഗൗരിയമ്മ ഏറെക്കുറെ UDF വിടും എന്ന് ഉറപ്പായിരിക്കുന്നു. ഗൗരിയമ്മ UDF വിട്ടാൽ അത് മുന്നണിക്ക് യാതൊരു നഷ്ടവും വരുത്തില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? ഞാന് അത്തരത്തിലൊന്നും പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഗൗരിയമ്മയെ CPMൽ നിന്ന് പുറന്തള്ളുമ്പോൾ ഗൗരിയമ്മയെ സംരക്ഷിക്കാനും ഗൗരിയമ്മയുടെ നിലപാടുകൾക്ക് കൂടുതൽ ശക്തി ലഭിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ UDFും കോൺഗ്രസും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകർ ആത്മാർത്ഥതയോടുകൂടി ആ കാലങ്ങളിൽ എടുത്ത നിലപാടുകളായിരുന്നു. അതിൻ്റെതായ പൂർണ്ണ വിജയം ആ കാലത്ത് ഗൗരിയമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്. വളരെ നന്ദി ശ്രീ ഷുക്കൂർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, കോൺഗ്രസിൽ JSSന് യാതൊരു ഇടവും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. JSSും അത് താല്പര്യപ്പെടുന്നില്ല. കോൺഗ്രസിൽ UDFൽ നിൽക്കുന്നതിനെ
യാതൊരു തരത്തിലും JSS ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. കോൺഗ്രസിൽ ഗൗരിയമ്മയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞാ സമയത്ത് പോലും ഗൗരിയമ്മയെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ഈ അർത്ഥത്തിൽ JSSന് ഇനി എവിടെയാണ് ഇടമുള്ളത്? ഇതില് JSS ഒറ്റക്കെട്ടായിട്ട് എവിടേക്കെങ്കിലും ഒരു ഇടം തേടി പോവും എന്ന് തോന്നുന്നില്ല. ഗൗരിയമ്മയെ സംബന്ധിച്ചിടത്തോളം CPMന് ഗൗരിയമ്മയെ ആവശ്യമുണ്ട്. കാരണം CPM ഇന്ന് അത്രയും ജനവിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ്. അതിന്റെ കെട്ടുകാഴ്ചകളൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതിന്റെ അണികളിൽ ഇപ്പൊ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം, കൊയിലാണ്ടി സംഭവങ്ങളടക്കം. അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഗൗരിയമ്മയെ പോലുള്ള ഒരാളെ, ഒരു വ്യക്തിയെ അവർക്ക് ആവശ്യമുണ്ട്. ആ പേര് ഉപയോഗിക്കാൻ, മേൽവിലാസം ഉപയോഗിക്കാൻ. പക്ഷേ അതൊക്കെ തന്നെ CPMന്റെ വിശ്വാസ്യതയെ എത്രമാത്രം ശക്തമാക്കും? അതുപോലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഉള്ള സമീപനത്തിലോ എടുക്കുന്ന നിലപാടുകളിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇവിടെയുള്ളൊരു പ്രശ്നം ചെയ്യാതെ പോകുന്ന പ്രശ്നം വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് 1994 ജനാധിപത്യ സംരക്ഷണ സമിതി രൂപീകരിച്ചത്. പിന്നീട് K. വേണുവൊക്കെ അത് വിട്ടുപോയെങ്കിലും വലിയൊരു ലക്ഷ്യം ആ പാർട്ടിക്കുണ്ടായിരുന്നു. JSSന് കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ JSSന് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, JSS അതിന് ചെയ്യേണ്ട ഒരു പാതയിലേക്ക് JSS പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യാനുണ്ട്. ഗൗരിയമ്മയെ പോലുള്ള ഒരു ചരിത്ര വ്യക്തിത്വത്തിന്റെ കൂടി നേതൃത്വം അതിനുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയും. അത് എന്താണെന്ന് വെച്ചാൽ അത് LDFലോ അല്ലെങ്കിൽ UDFലോ വല്ലതും തങ്ങൾക്ക് 1-2 MLA സ്ഥാനമോ മറ്റ് കോർപ്പറേഷൻ സ്ഥാനമോ കിട്ടുമോ എന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ജനങ്ങൾ അവരുടെ ശക്തി അസർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡൽഹി കണ്ടു, ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടി വരുന്ന ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിതമായി ഒരു മൂന്നാം ബദൽ ശക്തി ഓരോ സ്ഥലത്തും പ്രത്യേകമായി ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം സാധ്യമാണ് എന്നാണ് ഡൽഹി കാണിച്ചത്. അഡ്വക്കേറ്റ് രാജൻ ബാബു, നേരത്തെ അപ്പുകുട്ടൻ വള്ളിക്കുന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ. പക്ഷേ അതവർ ചെയ്യുന്നില്ല. ചെയ്യുകയാണെങ്കിൽ JSSന് വലിയ ഭാവിയുമുണ്ട് എന്ന് പറയുന്നു. ആ തരത്തിൽ സ്വതന്ത്ര പാർട്ടിയായി തന്നെ നിൽക്കാനുള്ള ഒരു തീരുമാനം താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ടോ? തീർച്ചയായും ഒരു പാർട്ടിയുടെ പ്രസക്തി പ്രധാനമായും ആ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളാണ്. ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ മുദ്രാവാക്യങ്ങളിൽ മുഖ്യമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒന്നാമത്തെ ലക്ഷ്യമായ സാമൂഹ്യ നീതിയാണ്. അത് രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിക്കെതിരെയും നാടിന്റെ സമഗ്ര വികസനത്തിനും ഉള്ളതാണ്. അപ്പോ ഈ മുദ്രാവാക്യങ്ങൾക്ക് വരും കാലങ്ങളിലും പ്രസക്തിയുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ എടുത്തപ്പോൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത് അതൊരു ജാതി പാർട്ടി ആണെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ 16 കൊല്ലങ്ങൾക്ക് ശേഷം CPMന്റെ നേതാവിന്റെ നേതൃത്വത്തിലുള്ള കേരള യാത്രയിൽ എടുത്ത പ്രധാന 2 മുദ്രാവാക്യം സമഗ്ര വികസനവും സാമൂഹ്യ നീതിയുമാണ്. അതാണ് രണ്ടും എടുത്തത്. അപ്പൊ ഈ മുദ്രാവാക്യങ്ങൾക്ക് ഇപ്പോഴും പ്രശസ്തിയുണ്ട്. ഇന്ത്യ ഒട്ടുക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമെടുത്ത പാർട്ടികളാണ്. രാജൻ ബാബു, അത്തരം ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം ഒരു രീതിയിലല്ല പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുന്നതോ പറയുന്നതോ ഒക്കെ. പക്ഷെ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഇതാണ്, ഇതിന് പ്രസക്തിയുണ്ട്. ഈ മുദ്രാവാക്യങ്ങൾ എടുത്തതാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാകാൻ കാരണം. തീർച്ചയായും ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയുന്നത്. അത് പിന്നെ UDF വിടാനുള്ള പ്രമേയത്തെ ഇന്ന് 73-ൽ 71 അംഗങ്ങളും അനുകൂലിച്ചിരിക്കുന്നു. UDF വിടും
എന്ന് തന്നെ പറയുന്നു. ആ അർത്ഥത്തിൽ ഇനി LDF-ലേക്ക് പോകുമോ അതോ സ്വതന്ത്രമായി നിൽക്കുമോ എന്നാണ് അവസാനമായി എൻ്റെ ചോദ്യം. അവസാനമായി എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, സംസ്ഥാന സമ്മേളനത്തിലെ ആണ് അതിന് തീരുമാനം ഉണ്ടാകേണ്ടത്. ഇപ്പോൾ പ്ലിനത്തിലെ തീരുമാനം അനുസരിച്ച് UDF-ൽ നിൽക്കുന്നു. ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് സംസ്ഥാന സമ്മേളനത്തിലാണ്. ശ്രീ കെ ഷാജു, സ്വന്തം പാർട്ടിയിലില്ലാത്ത സാമൂഹിക നീതി ഇനി എവിടെയാണ് JSS-ന് നടപ്പാക്കാനാവുക? താങ്കൾക്ക് അവസാനിപ്പിക്കാം. അല്ല, സാമൂഹ്യനീതി എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനതയും അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മുദ്രാവാക്യമാണ്. അതിനിന്ന് കാലിക പ്രസക്തിയുണ്ട്. ആ പ്രസക്തി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ JSS ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. വഴിക്ക് വെച്ച് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് വഴിപിരിഞ്ഞ് പോയാൽ പോകുന്നവർക്ക് പോകാം. ലീഡർ ബഹുമാന്യ ശ്രീ K കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി DIC ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹത്തിന് മാതൃപാർട്ടിയിലേക്ക് പോകണമെന്ന് തോന്നി, അദ്ദേഹം അങ്ങ് പോയി. ആ മാതൃക ഗൗരിയമ്മയ്ക്ക് പിന്തുടരാവുന്നതേ ഉള്ളൂ. ഗൗരിയമ്മയ്ക്ക് ഇപ്പോൾ CPM-ലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ ബഹുമാന്യയായ ഗൗരിയമ്മ ആ പാർട്ടി വളർത്തി വലുതാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. അവർക്ക് ആ പാർട്ടിയിലേക്ക് തിരികെ പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോകുന്ന കാര്യത്തിൽ ഞങ്ങളാരും എതിർ പറയത്തില്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യത്തേ ഉള്ളൂ. അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഗൗരിയമ്മ LDF-ലേക്ക് പോയാലും ഗൗരിയമ്മ ഇല്ലാത്ത ഒരു JSS-നെ UDF അംഗീകരിക്കുമോ? അതൊന്നും നമ്മുടെ മുന്നിലുള്ള പ്രശ്നമല്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം, അപ്പോൾ അപ്പക്കുട്ടൻ മള്ളിക്കുന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോടുണ്ട്, പാർട്ടി പ്രവർത്തകർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ആർക്കാണ് എപ്പോഴാണ് ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ സ്വീകാര്യമെന്ന് തോന്നുമ്പോൾ ആ നിലയിലേക്ക് താങ്കൾ വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ താങ്കളെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഗൗരിയമ്മ ഇപ്പം നേതൃത്വം നൽകുന്ന JSS കഴിഞ്ഞ പ്ലീനത്തിൽ UDF-ൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതാണ്. ഇനി സംസ്ഥാന സമ്മേളനം ഇപ്പോൾ വരാൻ പോകാണല്ലോ, ഞാൻ പുറത്താണെന്നിരിക്കട്ടെ, സംസ്ഥാന സമ്മേളനത്തിൽ UDF ഇടാനായിട്ട് തീരുമാനമെടുത്താൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും പാർട്ടി അംഗങ്ങളും അത് അംഗീകരിക്കത്തില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന പ്രവർത്തകരുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. 91-ൽ ഗൗരിയമ്മയെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിക്കാതിരുന്ന CPM സംസ്ഥാന കമ്മിറ്റി 2011-ൽ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളാരും വിശ്വസിക്കത്തില്ല. അത്തരം പ്രചരണങ്ങളുമായി പാർട്ടി പ്രവർത്തകരെ വഴിതെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ആരെങ്കിലുമൊക്കെ നീങ്ങിയാൽ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വളരെയധികം നന്ദി ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ശ്രീ കെ ഷാജു, ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.